Hello, Assalamu alaikum, Namaskaram, welcome back to Hannah's Happiness. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബേബി കോൺ വെച്ചുള്ള ഒരു റൈസാണ്. ബേബി കോണും ഗ്രീൻ പീസും ക്യാരറ്റും ഒക്കെ വെച്ചിട്ട് ഒരു റൈസ്. അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ഗ്രീൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ കൊറിയാൻഡർ ചില്ലിയൊക്കെ ഇട്ട് ചെയ്യുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം റൈസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ റൈസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞപ്പോൾ ഒരുപാട് ഡൗട്ട് വന്നായിരുന്നു ഇത് കുക്കറിൽ ചെയ്യുന്നതിനെ പറ്റി. അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 നാഴി അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 2 നാഴി അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് 3 ഗ്ലാസ് വെള്ളം കുക്കറിൽ ചൂടാക്കാനായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് തിളപ്പിക്കുന്നത്. ഇനിയിപ്പം വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. അരി കഴുകി റെഡിയാക്കി വെച്ചേക്കുന്ന അരിയാണ്. അപ്പോൾ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യുന്നത്. കുക്കർ ഇനി അടച്ചു കൊടുക്കാം നമുക്ക്. നല്ലതുപോലെ ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് ഹൈ ഫ്ലെയിമിൽ നമ്മൾ വെച്ചേക്കുവാണ്. ഒരൊറ്റ വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനിയിപ്പോൾ ബേബി കോൺ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ബേബി കോൺ വേണം, പിന്നെ ഇച്ചിരി ക്യാരറ്റ് വേണം, അതുപോലെ തന്നെ ഞാൻ ക്യാബേജാണ്, റെഡ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് ഇന്ന് രാവിലെ തിളപ്പിച്ചിട്ട് ഒന്ന് എടുത്തിരിക്കുന്നതാണത്. പിന്നെ ഗാർലിക്ക് ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മുടെ ചില്ലി ഒരു 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്. ഇനിയിപ്പോൾ ബേബി കോൺ അരിയുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ടൊമാറ്റോ കെച്ചപ്പ് 1.5 ടീസ്പൂൺ എടുക്കുന്നുണ്ട്, ചില്ലി സോസ് 1.5 ടീസ്പൂൺ എടുക്കുന്നുണ്ട്, സോയ സോസ് 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുക്കറിൻ്റെ ആവിയെല്ലാം നല്ലതുപോലെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്കർ തുറക്കാം. ചൂടാറാനായിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഇട്ട് കൊടുക്കുക, ഗാർലിക്, ഗ്രീൻ ചില്ലിയാണത്. ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ട് അതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം സവോള ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഇച്ചിരി ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ടിട്ട്
അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ റെഡ് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ക്യാരറ്റും ബേബി കോണും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഗ്രീൻ പീസ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ചില്ലി സോസ്, 1.5 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചൂടാറാനായിട്ട് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലോട്ട് പകുതി അരി, നമ്മൾ 2 നാഴി അരിയല്ലേ എടുത്തത്, അപ്പോൾ അതിൻ്റെ പകുതി 1 നാഴി അരിയാണ് ഇതിലോട്ട് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ചെറിയ അരിയാണ്, അതായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഈ ജീരകശാല കൈമ റൈസാണ് എടുത്തേക്കുന്നത്. ശരിക്കും ഇതിനൊക്കെ നല്ലത് നമ്മുടെ വലിയ അരി ഉണ്ടല്ലോ, അതാണ് ഇതിനൊക്കെ കുറച്ചും കൂടെ നല്ലത്, അതാണ്. ഇനിയിപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ചും കൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബേബി കോൺ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്, സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഇത് വെറുതെ നമുക്ക് റൈത്താടെ കൂടെ കഴിക്കാം. ഇപ്പം ഞാൻ എന്തായാലും ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഗ്രീൻ ചിക്കൻ കറി ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഈ ഗ്രീൻ ചിക്കൻ കറി പ്രിപ്പയർ ചെയ്യുന്നത് മെയിനായിട്ട് കൊറിയാൻഡർ ലീവ്സ് വേണം. അപ്പം ഞാനൊരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വലിയ സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. 2 കാർഡമം എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചിക്കൻ ബ്രസ്റ്റ് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5-6 ക്ലൗസ് ഗാർലിക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾ പൊടിയും 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഗരം മസാല എടുത്തിട്ടുണ്ട്. അപ്പം കുരുമുളക് പൊടി ഗരം മസാല ഒക്കെ ആദ്യം ചേർത്ത് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കുക. പിന്നെ നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്നത് പോലെ മുളക് പൊടിയും നമ്മുടെ മല്ലിപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ല. ഇത് ഇത്രയും സാധനങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ തിക്ക് ക്രീമും കൂടെ എടുത്തിട്ടുണ്ട്. കുക്കിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് സവോള, മല്ലിച്ചീര, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഇത്രയും ഇട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് ജസ്റ്റ് ആദ്യം വെറുതെ ഒന്ന് അടിച്ചെടുത്താൽ മതി, ഒന്ന് വെള്ളം ചേർക്കണ്ട. ഇപ്പോൾ അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ നമ്മൾ സാധാരണ വെക്കുന്നതിലും ഒരു ഡിഫറെൻ്റ് ആയിരിക്കുകയും ചെയ്യും, ഇതിന് നല്ല ടേസ്റ്റുമാണ്.
അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് കാർഡമവും ബേ ലീവ്സും ഇട്ടു. ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനൊരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. മിക്സിയിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടിച്ചൊഴിച്ചതാണത്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂണാണ് എടുത്തിരുന്നത്, അപ്പോൾ ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു, അതങ്ങനെ ആഡ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആണ് ചേർക്കുന്നത് ഞാൻ. നല്ലപോലെ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 3 ടീസ്പൂൺ തിക്ക് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായി വരും. ഇതിപ്പോൾ നല്ലതുപോലെ വെള്ളം ഇറങ്ങിയിട്ട് നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഗ്രേവി ഇപ്പോൾ ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് വറ്റിച്ചെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഗ്രേവി ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇനി ഇത് വറ്റിക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ അപ്പോൾ 2 ഡിഷും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ബേബി കോൺ ഫ്രൈഡ് റൈസ് ആണെങ്കിലും ഗ്രീൻ ചിക്കൻ കറി ആണെങ്കിലും ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഗ്രീൻ ചിക്കൻ കറി നമ്മളെപ്പോഴും സാധാ ചിക്കൻ കറി അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഈ കൊറിയാൻഡർ ലീവ്സ് ഒക്കെ എന്തായാലും നമ്മുടെ വീട്ടിലുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മാത്രമല്ല, 2ഉം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസിൽ പറയുക എങ്ങനെ ഉണ്ടായിരുന്നെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി.